ഹായ്, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് എങ്ങനെ ഉപ്പിലിടാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഒരു 10-12 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിപ്പം രാത്രി ഒരു 9 മണിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്, എന്നാലും എല്ലാവർക്കും കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാ ഈ വലിപ്പത്തിലാണ് ക്യാരറ്റ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പീൽ ചെയ്തിട്ട് ഈ വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഒരു 8-10 ക്യാരറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉപ്പിലിടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തിളപ്പിക്കണം. അപ്പം ഏത് ഗ്ലാസ്സിനാണോ നമ്മൾ വെള്ളം എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വേണം നമ്മൾ വിനീഗറും ചേർക്കാൻ. അപ്പോൾ 6:1, 6 കപ്പ് വെള്ളത്തിന് 1 കപ്പ് വിനീഗർ എന്നുള്ളതാണ് കണക്ക്. അപ്പം നമുക്കിതിനകത്തേക്ക് 1 കപ്പ് വിനീഗറും കൂടി ചേർക്കാം. എന്താ 1 കപ്പ് വിനീഗറും കൂടി ചേർത്തു. അപ്പോൾ എനിക്ക് ഇത്രയും ക്യാരറ്റ് ഉണ്ട്, പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുക്കുന്നത്. നിങ്ങൾ ഇത്രയും ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 കപ്പ് വെള്ളവും അതേ കപ്പിൽ 1/2 കപ്പ് വിനീഗറും എടുത്താൽ മതി. അപ്പോൾ ഈ കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. 1 കപ്പ് ആ മെഷർമെൻറ്റിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 6:1 എല്ലാവരും ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഉപ്പിൻ്റെ അളവ് എപ്പോഴും കുറച്ച് മുൻപോട്ട് നിൽക്കണം. കാരണം ഇത് ഉപ്പിലിട്ടിട്ട് നമുക്ക് അതിലൊക്കെ പിടിക്കാനുള്ളതല്ലേ. അപ്പോൾ ക്യാരറ്റിലൊക്കെ നല്ലവണ്ണം പിടിക്കണം. അപ്പം ഉപ്പിൻ്റെ അളവ് എപ്പോഴും കുറച്ച് മുമ്പോട്ട് നിൽക്കണം. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം അങ്ങോട്ട് വെട്ടി തിളച്ചിട്ട് അതേ പടുതി ഞാൻ ഇതിലൊഴിക്കാറില്ല. കാരണം അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു വെന്ത ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മളിത് നല്ലവണ്ണം വെട്ടി തിളച്ചിട്ട് ആറിയ ശേഷം നമുക്ക് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. അപ്പം വെള്ളമൊക്കെ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി വെള്ളം ഒഴിച്ചു വെക്കാൻ വേണ്ടി വാങ്ങിച്ച ജാറാണ്. പക്ഷേ എനിക്കെന്തോ അതത്ര കംഫർട്ടായി തോന്നാത്തത് കൊണ്ട് ഞാൻ യൂഷ്വലി ഇങ്ങനെ ഉപ്പിലിടുന്നതൊക്കെയാണ് ഇതിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റൊക്കെ ഇടട്ടെ. അപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റൊക്കെ ഇതിൽ നിറച്ച് വെച്ചു. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതിൽ നിറച്ചു. ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 പച്ചമുളക് ഇങ്ങനെ അറ്റം കീറിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. 3 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ബാക്കിയുള്ളതിൽ ഇനി കുറച്ച് ക്യാരറ്റ് കൂടി അധികമുണ്ട്. അപ്പം ഒരു 3 പച്ചമുളകും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം ഇത് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം നമുക്ക് ഈ ഉപ്പും വിനീഗറും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാൻ. അപ്പം ഇത്രയുമാണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്. അപ്പം എപ്പോഴും ഉപ്പിലിട്ടതൊക്കെ സൂക്ഷിക്കുമ്പോൾ നമ്മൾ നല്ല കഴുകി ഉണങ്ങി വൃത്തിയാക്കിയ ചില്ലുഭരണിയിൽ വേണം ഇട്ട് വെക്കാൻ. ഒരിക്കലും പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇട്ട് വെക്കരുത്. ഇപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഞാൻ 2 ഭരണിയിലായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ഒറ്റ പാത്രത്തിൽ ഇട്ട് വെക്കാൻ അത്രയും വലിയ പാത്രം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ്. അപ്പം ഉപ്പ്, വിനീഗർ, വെള്ളം ഈ മിക്സറാണ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എപ്പോഴും ഉപ്പിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒട്ടും വെള്ളമയമുള്ള പാത്രം, സ്പൂണാണെങ്കിലും തവിയാണെങ്കിലും നമ്മളിടുന്ന പാത്രമാണെങ്കിലും ഒന്നും വെള്ളമയമുള്ളതായിരിക്കില്ല. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നല്ല ഉണങ്ങിയ സ്പൂൺ ഉപയോഗിച്ച് എടുക്കാൻ ശ്രമിക്കുക. സ്പൂൺ അതിലിട്ട് വെക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പിക്കിള് നമ്മൾ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തണുപ്പിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 4 to 5 days വേണം ഒന്ന് കഴിക്കാൻ പാകത്തിന് ആയി വരാൻ. അപ്പോൾ കഴിക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ് വെജിറ്റബിൾ കഴിക്കുന്ന ഫീലിങ്ങും വരും, നല്ല ടേസ്റ്റിയുമാണ്. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 1 മാസത്തോളം കേടുകൂടാതിരിക്കും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമെങ്കിൽ. അപ്പോൾ ജാറ് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ് ബൗളിലിരിക്കുന്ന ക്യാരറ്റിലൂടെ ഇത് ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഇത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ക്യാരറ്റിലാണ് ഞാൻ ചേർക്കുന്നത്, ക്യാരറ്റ് അതിലിരിക്കുന്ന മുളകും എല്ലാം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ചേർക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉപ്പ് പിടിക്കത്തില്ല. അതും കൂടി നന്നായി ശ്രദ്ധിക്കുക. ഈ മെത്തേഡിൽ നമുക്ക് ബാക്കി സാധാരണ ഉപ്പിലിടുന്ന എല്ലാ സാധനങ്ങളും ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാം. നെല്ലിക്കയാണെങ്കിലും ലൗലോലിക്കയാണെങ്കിലും ചെറുനാരങ്ങ, മാങ്ങ, ഇതൊക്കെ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാം.
വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്രയും വേഗം നിങ്ങളിതെല്ലാം ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഞാനിത് ഒന്ന് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ച് നിങ്ങളെ കാണിക്കും. ഇതുപോലെ അടച്ചു വെച്ച് ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അടച്ചു വെക്കുക.